ഇവിടെ ഇത് കവാസാക്കിയുടെ ക്ലച്ചിൻ്റെ നമ്മുടെ വരുന്ന ഷാഫ്റ്റാണ്. അപ്പം ഈ ഷാഫ്റ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണമാണ് നമ്മുടെ കവാസാക്കി KB100 ഉള്ളവർക്ക് അറിയാം, അവൻ്റെ ക്ലച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. കാരണം ക്ലച്ച് ഇരയ്ക്കുക, വണ്ടി ഇരച്ച് കയറുക, സഡൻ കൈ കൊടുക്കുമ്പോൾ ഇരപ്പ്, അങ്ങനെ ഒരുപാട് ക്ലച്ച് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ക്ലച്ച് ഡിസ്ക് മാറുന്നു, പ്ലേറ്റ് മാറുന്നു, ക്ലച്ച് ഹൗസിങ് മാറുന്നു, എന്തൊക്കെ മാറിയിട്ട് നമുക്കത് ക്ലിയർ ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നമ്മുടെ KB100 നമുക്ക് സ്വന്തമായിട്ട് KB100 ഉണ്ട്. ആ KB100ലും ഈ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് അഴിച്ച് പണിയാം, അതിൻ്റെ ഇഷ്യൂ എന്താണെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ഒന്ന് മേക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം. ഇതിനകത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലച്ച് ഹൗസിങ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് ഇങ്ങനെ ഒരു പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ പ്ലേക്ക് നമ്മൾ പുഷ് ചെയ്താലും പ്രോപ്പറായിട്ട് അത് കറക്റ്റ് ചെയ്ത് ആകത്തില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഈ ബുഷ് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് ഈ ബുഷ് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് കിടക്കേണ്ടത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. പക്ഷേ നമുക്ക് ഇവിടം വരെ കഴിഞ്ഞിട്ട് ഇനിയും ബുഷ് ഇവിടം വരെ വരുന്നുണ്ട്. പക്ഷേ ഇവിടം നമ്മുടെ ആ ഗ്യാപ്പ് കണ്ട് ഇത്രയും ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് ആണ് ഈ ബുഷ് കറക്റ്റായിട്ട് നിൽക്കാത്തത്. നമുക്ക് ഈ ഒരു ബേസ് വരെ ഈ ബുഷിൻ്റെ ആ ഒരു രീതിയിൽ കനപ്പിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബുഷിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഇല്ല. ആ പ്രോപ്പറായിട്ട് ആ ബുഷ് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാൻ പോകണം. അതേപോലെ ഇതിൻ്റെ എൻഡിൽ വരുന്ന ഒരു വാഷറും ലോക്കുമാണ്. അതും നമ്മുടെ ക്ലച്ച് സെൻറ്ററിന് ഇങ്ങനെ പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ത്രെഡും കൂടെ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആ ലോക്ക് സിസ്റ്റം മാറ്റിയിട്ട് ത്രെഡും ആക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഏരിയ വരെ ഈ കാണുന്ന ഇത്രേ ഏരിയ വരെ നമ്മൾ ഈ ലെവലിൽ ഈ കാണുന്ന ഇതേപോലെ തന്നെ ഈ പോയിന്റ് വരെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ വെട്ടാൻ പോവാണ്. അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഈ ക്ലച്ചിനകത്ത് അതിൻ്റെ അളവിൽ തന്നെ കറക്റ്റായിട്ട് ബുഷ് ചെയ്യും. ബുഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് വണ്ടിയിൽ മാറ്റം, ഈ ഒരു പ്രശ്നം പരിഹാരം ആവുമല്ലോ നോക്കാൻ വേണ്ടിയാണ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് എന്താണ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കവാസാക്കിയുടെ ക്ലച്ചിൻ്റെ ഷാഫ്റ്റിൽ നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ലോക്ക് മാറ്റി ഇതേണ്ട ത്രെഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് കനോ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഹൗസിങ്ങിന് ബുഷ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് തോന്നുന്നു. ഇനിയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് എന്താ റിസൾട്ട് എന്ന് പറയാം.